നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഒരു പോർട്ടബിൾ എ സി, അല്ലെങ്കിൽ ഇതിനെ ഷിപ്പ് എ സി എന്നുകൂടി വിശേഷിപ്പിക്കാറുണ്ട്. ഇത്തരം എ സികൾ വർക്ക് ചെയ്യുന്നത് 110 വോൾട്ടിലാണ്. അതായത് നമ്മുടെ ലൈനിലുള്ള വോൾട്ട് 220-230 റേഞ്ച് ആണെങ്കിൽ ഈ എ സിയെ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് 110 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യിക്കുന്നത്. ഇത്തരത്തിലുള്ള എ സികൾ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിക്കൊണ്ട് നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്ത് ശരിയാക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. ഇത്തരം എ സികൾക്ക് നമുക്ക് വേണമെങ്കിൽ യൂണിവേഴ്സൽ PCB ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. എങ്കിലും ഏറ്റവും സിമ്പിളായിക്കൊണ്ട് എങ്ങനെ ഇത് ശരിയാക്കിയെടുക്കാം എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള എ സികളിൽ ആകെ 3 മോട്ടോറുകളാണ് മിനിമം പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ഇൻഡോർ മോട്ടോർ, ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു മോട്ടോർ, അതുപോലെ തന്നെ ഇതിൻ്റെ പുറകുവശത്ത് ഒരു കണ്ടൻസർ മോട്ടോറുണ്ട്, അതായത് ചൂടിനെ പുറന്തള്ളുന്നൊരു മോട്ടോർ, അതുപോലെ തന്നെ ഒരു കംപ്രസർ മോട്ടോർ. ഈ 3 മോട്ടോറുകളെ മാത്രം ഒരു സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിപ്പിച്ച് ഇതിനെ കണ്ടീഷൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. ഈ എ സിയിലെ 3 മോട്ടോറിലേക്കുമുള്ള ഫേസ് വയർ മാത്രം, അതായത് ഒരു ലൈൻ മാത്രം നമുക്ക് ഒരു സ്വിച്ച് വഴി കണക്ഷൻ കൊടുത്ത് ആ സ്വിച്ച് കൊണ്ട് കൺട്രോൾ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. കോഡ് വയറാണ്. കോഡ് വയർ വന്ന് നമുക്ക് വരുന്ന ഫേസ് ന്യൂട്രൽ 110 വോൾട്ട് വരുന്ന ഫേസ് ന്യൂട്രൽ വയറുകളാണ് കണ്ടറം. ഈ 2 വയർ വന്നു, അതിൽ നിന്ന് ന്യൂട്രൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂട്രൽ ലിങ്ക് ചെയ്തിട്ട് ഒരു ന്യൂട്രൽ നേരിട്ട് കംപ്രസറിൻ്റെ കോമണിലോട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ ന്യൂട്രൽ ഓൾറെഡി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുക, ഈ ന്യൂട്രൽ ബോർഡിൽ എത്തിയിട്ടുണ്ട്, ബോർഡിൽ ന്യൂട്രൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിലാകെ വർക്ക് ചെയ്യേണ്ട ഡിവൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഫാൻ മോട്ടർ. അതിൻ്റെ മോട്ടർ ഇതായി താഴത്ത് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഔട്ട്ഡോർ മോട്ടറാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ, പുറകെ സൈഡിലൊരു മോട്ടർ വരുന്നുണ്ട്. ആ മോട്ടറിലോട്ട് രണ്ടിലോട്ടും പോകുന്ന 2 കൺട്രോളുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2 മോട്ടറിലോട്ട്. ഇത് ഇൻഡോർ മോട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ബ്ലോവർ മോട്ടറിലായിട്ടുള്ള കണക്ഷനാണ്. ഇത് ഔട്ട്ഡോർ മോട്ടറിലോട്ടുള്ള കണക്ഷനാണ്. അതിൻ്റെ ക്ലിപ്പ് നമുക്ക് ഈ ബോർഡിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഈ പോകുന്ന ക്ലിപ്പ് വയറുകൾ, ഇവിടെ 2 കപ്പാസിറ്ററുകളുണ്ട്. ഒരു 3 MFD 250 വോൾട്ടിൽ 3 MFD കപ്പാസിറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു 4 MFD കപ്പാസിറ്റർ ഉണ്ട്, 2 കപ്പാസിറ്റർ. ഈ 3 MFD കപ്പാസിറ്ററാണ് ഇൻഡോർ മോട്ടറിനുള്ള, ഈ മോട്ടറിനുള്ള കപ്പാസിറ്ററാണ്. അതേപോലെ തന്നെ ഈ 4 MFD, ഇതിൻ്റെ പുറം സൈഡിലുള്ള ഈ 4 MFD ഈ കപ്പാസിറ്റർ ഇതിൻ്റെ എ സിയുടെ ബാക്ക് സൈഡിലൊരു ഫാൻ മോട്ടർ വരുന്നുണ്ട്. ആ മോട്ടറിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ ഈ കണക്ഷനെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് സെപ്പറേറ്റ് 2 സ്വിച്ച് വെച്ചുകൊണ്ട് ഈ ബോർഡിൻ്റെ കൺട്രോളിങ് എല്ലാം ഒഴിവാക്കിയിട്ട് ഏത് എ സിക്കും നമുക്ക് ഇതേപോലെ സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന മെത്തേഡാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ ഫേസ് വയർ, ഇതിൽ ന്യൂട്രൽ വയർ കാണിച്ചിരുന്നു. ഇനി അടുത്ത ഫേസ് വയർ. ഈ ഫേസ് വയർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ റിലേയിലേക്കാണ് കൊടുക്കുന്നത്. നമുക്കിത് റിലേയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാം. പിന്നെ ഈ പോകുന്ന ഈ വയർ, ഇത് കംപ്രസറിലോട്ടുള്ള റണ്ണിങ്ങിൻ്റെ വയറാണ്. ഈ കറുപ്പ് വയർ റിലേയിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന വയർ കംപ്രസറിലോട്ട് പോകുന്നതാണ്. കംപ്രസറിൻ്റെ കപ്പാസിറ്ററിലെത്തി, കപ്പാസിറ്ററിൻ്റെ റണ്ണിങ്ങിന് കൊടുത്തു. അത് റണ്ണിങ്ങിന് കണക്ഷൻ പോയി. ഈ ചുവപ്പ് വയർ സ്റ്റാർട്ട് ചെയ്തു, നീല റണ്ണിങ്, ചുവപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഈ ബ്ലാക്ക് വയർ ലൈന് വന്ന് കപ്പാസിറ്ററിൻ്റെ പിന്നിൽ കൊടുത്തു, അത് റണ്ണിങ്ങിലേക്ക് പോയി, ഔട്ട് സ്റ്റാർട്ടിങ്ങിലേക്കും പോയി. ചുവപ്പ് വയർ സ്റ്റാർട്ടിങ്. അതൊക്കെ ഓൾറെഡി ഇവിടെ കണക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുക, ഈ കണക്ഷനെല്ലാം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് 2 സ്വിച്ച് മാത്രം, ഇതിന് പകരം 2 സ്വിച്ച് മാത്രം കണക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ സി വർക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. നമുക്ക് ഈ ബോർഡിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത കണക്ഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് ഈ ബോർഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക.
അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ബോർഡ് എന്ന് പറയുന്നത് ഈ മദർ ബോർഡായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ബോർഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിൽ തന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത് ഈ 2 കണക്ടറിൽ നിന്ന് വരുന്ന വയറുകളാണ് ഫാൻ മോട്ടറിലിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത് ഈ കംപ്രസറിലിട്ടുള്ള റണ്ണിങ് വയർ. ഈ സർക്യൂട്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കണക്ഷനൊക്കെ ഓൾറെഡി ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സ്വിച്ച് വെച്ചുകൊണ്ട് ഈ ഫാനിനെയും കംപ്രസറിനെയും മാറി മാറി നമുക്ക് വർക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് കംപ്രസറിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 16 ആംസിൻ്റെ ഒരു വിനയുടെ സ്വിച്ചാണ്. നമുക്ക് ഈ ബോർഡിൽ ഇതിൻ്റെ കണക്ഷൻ ചെക്ക് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ബാക്ക് സൈഡിലുള്ള 2 പോയിന്റുകൾ. ഇതിൽ ഈ പോയിന്റ് സ്റ്റാർട്ടിങ് വയർ ആയിരിക്കും, ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ രണ്ടാമതൊരു കപ്പാസിറ്റർ, ഔട്ട്ഡോർ ഫാനിലുള്ള കപ്പാസിറ്റർ, അതിലും സ്റ്റാർട്ടിങ്ങിലുള്ള വയർ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും റണ്ണിങ്ങിലേക്കുള്ള വയറും ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ്ങിലേക്കുള്ള വയർ വൈറ്റ് വയറാണ് ഇതിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, കണ്ടല്ലോ, ഈ വൈറ്റ് വയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റണ്ണിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ വയറൊന്നും നമുക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഫീൽഡിൽ വരുന്ന പുതിയ ടെക്നീഷ്യന്മാർക്കും അതേപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ മേഖല പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും പറ്റുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഇതിലൊരു സേഫ്റ്റി പ്രിക്കോഷൻ ഇല്ലാതെ ദയവ് ചെയ്തിട്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെഷീനിൽ റിപ്പയറിന് ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ നമുക്ക് ഈ വെള്ള വയർ റണ്ണിങ്ങിലോട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോമൺ വയറുകളാണ്, 2 കോമൺ വയറുകൾ വേണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് റിലകളുണ്ട്. ഈ റിലകളൊക്കെ നമുക്ക് ഈ ഫാനിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ഇതിൻ്റെ എയർസിങ്ങിനെ കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള റിലകളാണ് ഈ കാണുന്ന റില നമുക്ക്. അതിൽ ഈ 2 ചോപ്പ് വയറാണ് നമുക്ക് ഹൈ സ്പീഡായിട്ട് നമുക്ക് കിട്ടുന്നത്, 2 ഫാനിൻ്റെയും ഹൈ സ്പീഡ്. അപ്പോൾ ഈ 2 ചോപ്പ് വയർ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഈ റെഡ് കളറിലുള്ള 2 വയറുകൾ കട്ട് ചെയ്തെടുക്കാം. അതാണ് നമുക്ക് ഫാനിനെ കൺട്രോൾ ചെയ്യുന്ന 2 വയറുകൾ, ഈ 2 റെഡ് വയറുകൾ. കണ്ടല്ലോ, ഒരു റെഡ് വയർ ഇതാ ഇതിലോട്ട് ഈ കണക്ടറിലോട്ട് വരുന്നുണ്ട്. ഈ റെഡ് വയർ ഈ കണക്ടറിലോട്ടുള്ള വയറാണ്. 2 ഫാനിലോട്ടുള്ള കോമൺ വയറുകൾ നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട്. ന്യൂട്രൽ ഓൾറെഡി നമുക്ക് കണക്ഷൻ ഓൾറെഡി എല്ലാത്തിനും സെറ്റാണ്. കംപ്രസറിലോട്ടൊരു കോമൺ വയറുകൾ. ഇത് ഫേസിൻ്റെ കോഡ് വയറിൻ്റെ ഫേസ് വയർ. അപ്പോൾ ഈ ഒരു വയറാണ് നമുക്ക് ഫേസ് ഇന്ന്. ഈ ഇന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 3 വയറിലോട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ AC വർക്ക് ചെയ്യുന്നതാണ്. ആ കണക്ഷനാണ് നമ്മൾ ഇനി അടുത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോർഡിനകത്തൊരു സ്വിച്ച് 16 ആംസിൻ്റെ സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ 2 വയറാണ്. അതായത് ഇതിൻ്റെ കോഡ് വയർ, ഈ കോഡ് വയറിലെ ഒരു വയറാണ്, ഫേസ് വയറാണിത്. ന്യൂട്രൽ വയർ ഓൾറെഡി ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ് വയർ നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ചിലോട്ട് കണക്ഷൻ കൊടുക്കണം. അങ്ങനെ ഫേസ് വയറോടെ കൊടുത്തിട്ടുണ്ട്, ഫേസ് വയറോടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള കംപ്രസറിലോട്ടുള്ള ഒരു വയറാണിത്. അതായത് ഫേസ് ന്യൂട്രാണ് പോകേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ന്യൂട്രൽ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് വയർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് വഴിയുള്ള കണക്ഷൻ കംപ്രസറിൽ ലൈൻ ഇവിടെ ഉണ്ട്. അതുപോലെ 2 ഫാനിലോട്ടുള്ള കണക്ഷൻ, ഒരു ചുവപ്പ് വയർ ഒരു ഫാനിലോട്ടും മറ്റേ റെഡ് വയർ 2 ഫാൻ മോട്ടറും അതേപോലെ തന്നെ ഒരു കംപ്രസറാണ് ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 കൂടി ഒരുമിച്ച് ജോയിൻ്റ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്വിച്ചിലോട്ട് കണക്ഷൻ കൊടുക്കാം. ഇതുവഴി നമ്മൾ ഈ AC നമുക്ക് ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള വയറിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വിച്ച് വെച്ചിട്ട് ഒരു ഓൺ ഓഫ് എന്നുള്ള സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ AC വർക്ക് ചെയ്യും, കംപ്രസർ 2 ഫാൻ ഒരുമിച്ച് വർക്ക് ചെയ്യും. നമുക്ക് ഇത് ഈ കൂളിങ്ങിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ട്രാ ഒരു തെർമോസ്റ്റാറ്റ് സ്വിച്ച്, അഥവാ ഈ കൂളിങ്ങിനെ കൺട്രോൾ ആവശ്യമുള്ള തണുപ്പ് റൂമിലായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു തെർമോസ്റ്റാറ്റ് സ്വിച്ചോ അതല്ലെങ്കിൽ ഒരു സബ്സീറോയോ നമുക്കിതിന് അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇത് ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് ആർക്കും ഇതേപോലുള്ള AC ഉണ്ടെങ്കിൽ ആർക്കും ഇതിൻ്റെ ബോർഡ് ഒരു പക്ഷേ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിക്കോണമെന്നില്ല. കാരണം ഇത് കംപ്ലീറ്റ് ചൈന ഭാഷയും അതേപോലെ തന്നെ ചൈന, ജപ്പാൻ എന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന AC ആണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ACകൾ മാനുഫാക്ചറിങ് കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോർഡിൻ്റെ റിപ്പയറിങ്ങും അതേപോലെ ഇതിൻ്റെ കമ്പണൻസുകളും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് റിമോട്ട് കിറ്റ്, നമ്മുടെ നാട്ടിൽ വരുന്ന യൂണിവേഴ്സൽ റിമോട്ട് കിറ്റ് ഇതിന് കയറ്റാൻ സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കും.
ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കിംഗ് ആണ്. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം, സംഭവം സക്സസ് ആണെന്ന് അറിയണമല്ലോ. തുടങ്ങിയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റയിൽ ഓക്കെ അല്ലേ? വെള്ളത്തിന് ലേശം വിലയുണ്ടോന്നറിയാം.